8 ആണ്. അത് മാൻ സമ്മാൻ മിലെ നാരിക്കോ. അതിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്ന ആത്മകഥയും ഹിന്ദിദർ പ്രദേശ് ഹിന്ദി കവിത കഹാനി ഹൈക്കു ഇതെല്ലാം കൂടി ചേർന്ന ഒരു യൂണിറ്റാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ആദ്യത്തെ ലെസൺ എന്ന് പറയുന്നത് ഭൂമി ഒരു സ്ലേറ്റിൻ്റെ പേരാണ്. സെമീൻ എക് സ്ലേറ്റ് ക നാം ഹേ. ഇത് എഴുതിയിരിക്കുന്നത് ശ്രീവാസ്തവാണ്. പക്ഷേ ഇത് അബ്ദുൽ കലാമിൻ്റെ ഒരു ആത്മരചനയാണ്. അത് ആത്മകഥയാണ്. ആത്മകഥയിൽ നിന്ന് ഒരു ഭാഗം മാത്രമാണ് ശ്രീവാസ്തവ് അദ്ദേഹത്തിൻ്റെ ഒരു കഹാനി സംഗ്രഹമായിട്ട് എഴുതിയിട്ട് നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇക്കായി തീനിൽ ഏതൊക്കെ വരുന്നുണ്ട്? ആത്മകഥ വരുന്നുണ്ട്, ഹിന്ദിയുടെ പ്രദേശിക്ക് കവിത വരുന്നുണ്ട്, കഹാനി വരുന്നുണ്ട്, ഹൈക്കു കവിത. ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് 3 വരുന്നത്. വിദായ് കിസി ബി ഹാലത്ത് മേ ദർദനാർക്ക് ചാഹേ വോ മിട്ടി ഹോ യാ കന്യാക്ക്. അതായത് ഒരു വേർപാടെന്ന് പറഞ്ഞ ഏതു സ്ഥിതിയിലും ഒരു വേദനാജനകമാണ്. അതിപ്പോൾ മണ്ണായാലും ഏത് കന്യകയായാലും മണ്ണിൻ്റെ വേർപാടും ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് അയക്കുമ്പോൾ ഉള്ള വേർപാട് ഏകദേശം ഒന്ന് തന്നെയാണ്. ഏകാന്ത് ശ്രീവാസ്തവ് का ആത്മകഥാംശ സംബന്ധോं की गहराई को सच्चाई से आंकने वाला आईना बन गए. അപ്പോൾ അദ്ദേഹം കൊടുത്ത ഈ ആത്മകഥാംശ സംബന്ധിക്കുന്നത് വളരെ ആഴത്തിലുള്ള സത്യമായ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. അച്ഛേ സ്വപ്നെ കോൺ നഹി ചാഹത്തെ. അതായത് ശരിയായ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ ആരാണ് ആഗ്രഹിക്കാത്തത്? സപ്നെ മേ ഹം അപ്പനെ അഭാവോं की पूर्ति की तसल्ली पाते हैं. हिंदी दरभाषी कवि डॉक्टर जे बाबू ने वाणी दी कि ऐसी एक औरत की पीड़ा को जिसका सपना भी दर्द. അപ്പോൾ ഏതൊരു പെണ്ണിൻ്റെയും വേദന എന്ന് പറയുന്നത് എന്താണ്? വളരെ വേദനിപ്പിക്കുന്ന ഒരു അതായിട്ടാണ് കാണുന്നത് കവി. ഇക്കായിക്ക തീസര പാഠ് അമൃത പ്രീതം കി കഹാനി. പിന്നെ അടുത്ത പാഠം എന്ന് പറഞ്ഞത് അമൃത പ്രീതം. അതായത് ഓരോ കവിതകൾ ആരാ എഴുതിയിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നതിൻ്റെ അകത്ത്. കഹാനിക്കോ നാരിത്വക്ക് രക്ഷ കെ ലിയെ ജിന്ദഗി ബ തടപ്തി രഹനെ വാലി എ ഗ്രാമീൺ നാരി കെ സംഘർഷവും ക ചിത്രം കിയ. അത് ആ കവിതയിലാണെങ്കിൽ ഒരു സ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടി ജീവിതം മുഴുവനും ഒരു ഗ്രാമീണ പെൺകുട്ടിയുടെ മനസ്സ് നിറച്ചുള്ള സംഘർഷങ്ങളുടേതായ ഒരു ചിത്രമാണ്. ഈ കഹാനി നാരി സമാജിക്കയിലെ പ്രേരണാദായിക. ഇതെന്ന് പറഞ്ഞാൽ ഒരു നാരി സമാജ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ സമുദായത്തിന് വേണ്ടി തന്നെ ഒരു പ്രചോദനമായ ഒരു കവിതകളും കഹാനികളുമാണ്. ഇക്കായിക അന്തിം പാഠ ജാപ്പാനി കവിത ശൈലി ഹൈക്കുമേ രചിത ചോട്ടി പർ മർമ്മസ്പർശി കവിതാങ്കോ. അത് പിന്നെ ഇതുകൂടാതെ ജാപ്പാനി കവിതകളുടെ ഒരു സംഗ്രഹമുണ്ട് ഹൈക്കു. അതിൽ കുറേ കവിതകളുടെ കൂട്ടമാണ് ഉള്ളത്. കുൽ മിലാക്കർ ഇക്കായ് നാരി സമസ്യകോ സംബോധിത് കർത്തി. അപ്പോൾ ഇക്കായ് 3 എന്ന് പറയുന്നത് മൂന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് സ്ത്രീകളുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. ഓരോ ലെസൺ വൈസായിട്ട് ലേഖകർ നമുക്ക് പരിചയപ്പെടുത്തുള്ളൂ. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. ജമീൻ എക് സ്ലേറ്റ് കാ നാം ഹേ. ജമീൻ എക് സ്ലേറ്റ് കാ നാം ഹേ. ഭൂമി ഒരു സ്ലേറ്റിൻ്റെ പേരാണ്. ഇതിൽ 30 अप्रैल को मेरी तदर्थ सेवा समाप्त कर दी गई और मैं बोरिया बिस्तर समेट कर അമ്മ സഹിത് ബിലാസ്പൂർ ആ ഗയാ था. അപ്പോൾ ഇതിൻ്റെ ആത്മകഥാംശമാണ് കേട്ടോ. അതായത് അബ്ദുൽ കലാം എഴുതിയ ആത്മകഥയുടെ ഒരു ഭാഗമാണ് ശ്രീവാസ്തവ് ആ കഥ അദ്ദേഹത്തിൻ്റെ ഇതിൽ ഒരു കവിതാ സംഗ്രഹമായിട്ട് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ എന്താണ്? ഏപ്രിൽ 30 ലേഖകൻ തൻ്റെ താൽക്കാലിക ജോലി കഴിഞ്ഞ് പെട്ടിയും കിടക്കയും എടുത്ത് അമ്മയോടുകൂടെ ബിലാസ്പൂരിലേക്ക് വന്നു. ചോട്ടാ ബായ് ഗുഡ്ഡു ലിവാനെ ആയാതാക്കി സാമാലാനെ മേ അക്കേലെ മുझे കഠിനായി ന ഹോ. അപ്പോൾ അനിയൻ കൊണ്ടുപോകാൻ വന്നിരുന്നു. എന്തുകൊണ്ടെന്നാൽ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ എനിക്ക് ബുദ്ധിമുട്ടേണ്ടി വരാതിരിക്കാൻ സാധനങ്ങൾ കൊണ്ടുവരേണ്ടത് ആവശ്യമായിരുന്നു. सामान लाना इसलिए ज़रूरी था कि अगले वर्ष पुनः साक्षात्कार में मैं चुन ही लिया जाऊँ. അപ്പോൾ കാരണം എന്തായിരുന്നു? അടുത്ത വർഷം അഭിമുഖത്തിൽ ഞാൻ തന്നെ തിരഞ്ഞെടുക്കപ്പെടും എന്നതിന് ഉറപ്പൊന്നും ഇല്ല. इसकी गारंटी नहीं. അതിന് ഉറപ്പൊന്നുമില്ല. ബിലാസ്പൂർ के घर में താല ലഗാക്കർ സാരാ പരിവാർ ഗാവ് പहुंचा. അപ്പോൾ ബിലാസ്പൂരിലെ വീട് പൂട്ടിയതിന് ശേഷം ഞങ്ങൾ എല്ലാവരും ഗ്രാമത്തിൽ എത്തി. അർസ്കെ ബാദ് ഗാവ് കെ ഘർ കി ലിപ്പായി പുത്തായി കീകെ. അതായത് കുറേ കാലത്തിന് ശേഷം വീട് അടിച്ച് തെളിച്ച് വൃത്തിയാക്കി വളരെയധികം കഷ്ടപ്പെട്ട് സ്ഥലം വാങ്ങാനുള്ള ആളെ കിട്ടി. ബഹു ദൗഡ് ബാഗ് കെ ബാദ്. വളരെ ഓടിയതിനൊക്കെ ശേഷമായിരുന്നു ജമീൻ കാ ഖരീദാർ മില. ഒരു വീട് വിൽക്കാനുള്ള ഒരാളെ കിട്ടിയത്. 12,000 പ്രതി एकड़ की दर से जैसा कि अनुमान था. അതായത്
വിചാരിച്ച പോലെ ഏക്കറിന് 12,000 രൂപ എന്ന നിരക്കിൽ കുറച്ചുകൂടി പൈസ ലഭിച്ചതിനെ, പക്ഷേ ഗതികേടിൻ്റെ ആനുകൂല്യം എല്ലാവരും എടുക്കുന്നു. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ സമയം തീരെ ഇല്ലായിരുന്നു എന്ന് ലേഖൻ പറഞ്ഞേട്ടാ. और कुछ और कीमत आ सकती थी मगर मजदूरी का फ़ायदा सभी उड़ाते हैं. हमारे पास സമയമില്ലാതെ ഞങ്ങളുടെ അടുത്ത് ഈ സ്ഥലമൊക്കെ വിൽക്കാനും നോക്കാനൊന്നും സമയം ഇല്ലായിരുന്നു. ഷാദിക്ക് തയ്യാറിയും ഷുരു കർണയിലേക്ക്. അപ്പം കല്യാണത്തിൻ്റെ തിരക്കിലായിരുന്നു എല്ലാവരും. ഞങ്ങൾക്ക് തീരെ സമയമില്ലായിരുന്നു. പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്നും അച്ഛൻ കുറച്ച് പൈസയൊക്കെ എടുത്തിരുന്നു. പക്ഷെ എന്തായിരുന്നു, ചേച്ചി വളരെയധികം വികാരാധീനത, അതായത് ചേച്ചിയുടെ കല്യാണമായിരുന്നു. അപ്പോൾ ആ കല്യാണത്തിന് വേണ്ടിയുള്ള തിരക്കിൽ ഇവർക്ക് ഭൂമി സ്ഥലം വിൽക്കാൻ ആൾ വന്നിട്ടും അത് നോക്കാനും ഇടപാടെത്താൻ തീരെ സമയം ഇല്ലായിരുന്നു. ദീദി ബഹുത്ത് ഭാവ് ഹോ ഗയി തി और बात बात में रो पड़ती थी. ചേച്ചി വളരെ വികാരത്തിലായിരുന്നു, വികാരാധീനതയിലായിരുന്നു. കല്യാണം എടുത്തും തോറും പേടി ഇതൊക്കെയായിരുന്നു. പക്ഷേ സംസാരിക്കുമ്പോൾ കരയുന്നുണ്ടായിരുന്നു. മണ്ഡപം ലഗാ ദിയാ ഗയാ ഷാദിക്ക് കാർഡ് ചപ്കി. അതായത് മണ്ഡപത്തിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി കല്യാണത്തിൻ്റെ കാർഡൊക്കെ അടിച്ചു. മെഹമാൻ ആനയിലേക്ക് വിരുന്നുകാരൊക്കെ വരാൻ തുടങ്ങി. ഹൽദി തേൽ ചടാന ശുരുകെ, മഞ്ഞൾ കുളികളുടേതൊക്കെ അവർ ആരംഭിച്ചു. ഹം സബ് അവസ്ഥ സെ സന്തുഷ്ട ദേ പർ മൻ ജൈസെ അബി സെ ഖാലി ഖാലി ഔർ ഉദാസ്. പക്ഷേ ഞങ്ങളെല്ലാവരും സന്തുഷ്ടമായിരുന്നുവെങ്കിലും മനസ്സുകൊണ്ട് വളരെയധികം ഉദാസീനതയായിരുന്നു. അതായത് ഇവരുടെ ആകെയുള്ളൊരു നിലമായിരുന്നു, ഇവർ കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന നിലമാണ് ഈ അബ്ദുൽ കലാമിൻ്റെ സിസ്റ്ററിനെ, അതായത് ഒരു പെങ്ങൾക്ക് കല്യാണത്തിന് വേണ്ടി ആ സ്ഥലം വിൽക്കണേണ്. അപ്പോൾ ആ വിൽക്കുമ്പോൾ വീട്ടുകാർ ആ പെൺകുട്ടിക്ക് വേണ്ടിയാണ് വിൽക്കുന്നത്. അതുകൊണ്ടാണ് ആ പെൺകുട്ടിക്ക് ഭയങ്കര സങ്കടമായത്. കാരണം അവർ ജീവിക്കാനുള്ള വകുപ്പുള്ള സ്ഥലമാണ് ഇവരെല്ലാവരും വിറ്റിട്ട് അവർ ആ പെൺകുട്ടീനെ കല്യാണം കഴിപ്പിച്ചയക്കുന്നത്. जो उपस्थिति था उसकी अनुपस्थिति तथी उसकी दिल में घर कर गया. അപ്പോൾ എല്ലാവർക്കും ഉണ്ട് ഇല്ല എന്ന രീതിയിലായിരുന്നു. അതായത് മാനസികമായിട്ട് വളരെ സന്തുഷ്ടമായിരുന്നു, പക്ഷേ മനസ്സ് ശൂന്യവും ഉദാസവുമായിരുന്നു. जिस दिन ज़मीन की रजिस्ट्री होनी थी उसके एक दिन पहले पिताजी ने मुझे अपने साथ खेत चलाने को कहा. അപ്പോൾ ഏത് ദിവസമായിരുന്നു സ്ഥലം വിറ്റത്, അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ നടന്ന ആ സമയത്തിന് മുന്നേ അച്ഛൻ എന്നെയും കൂട്ടി ആ വയലൊക്കെ ഒന്ന് കാണാൻ പോയി, വയലുകൾ. ഘർമി മെഹമാൻ ദേ അവർ വിവാഹത്തെ സംബന്ധിച്ച് ജരൂരി. വീട്ടിലാണ് ഗസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ വിവാഹത്തിൻ്റെതെല്ലാം ആവശ്യവുമായിരുന്നു. മേ ഈസ് അപ്രായച്ചിത്ത് പ്രസ്താവസെ കുച്ച് ശകിത് ഹുവ. അപ്പോൾ എന്താണ്, കല്യാണ സംബന്ധമായ ജോലികളുണ്ടായിരുന്നു. ഞാൻ ആകസ്മികമായി നിർദ്ദേശത്തിൽ അങ്ങോട്ട് പകച്ചുപോയി. കാരണം ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു വയലാണ്, കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന ആ വയൽ പെങ്ങൾക്ക് കല്യാണത്തിന് വേണ്ടി വിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പെങ്ങൾക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഇവരുടെ ഉപജീവനത്തിൻ്റെ വിറ്റിട്ടാണ് ഈ പെൺകുട്ടിനെ കല്യാണം കഴിപ്പിച്ചയക്കുന്നത്. അപ്പോൾ ആ സ്ഥലം വിറ്റപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ നടന്നതിന് ശേഷം ഭയങ്കര സങ്കടമായിരുന്നു വീട്ടുകാർക്ക്. അപ്പോൾ അതിന് മുൻപ് തന്നെ അച്ഛൻ ഈ കലാമിനെയൊക്കെ വിളിച്ചിട്ട് കൊണ്ട് സ്ഥലമൊക്കെ ഒന്നും കൂടി പോയി, അത് വിറ്റുപോയതാണ്, ഉപജീവന മാർഗം മറ്റൊരാളുടെ കയ്യിലായി. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോയി. പക്ഷേ പെങ്ങൾക്ക് എപ്പടി കരച്ചിലായിരുന്നു. കാരണം അത് വിറ്റിട്ടാണല്ലോ പെങ്ങളുടെ കല്യാണം നടത്തുന്നത്. एक दो दिन बाद कभी चल लेंगे पिताजी कुछ पुरस्कृत में अभी तो. അപ്പോൾ 1-2 ദിവസം കഴിഞ്ഞ് പോകാം അച്ഛ, കുറച്ച് സാവകാശത്തിൽ ഇപ്പോൾ എന്ന് അദ്ദേഹം പറഞ്ഞു അച്ഛനോട്. കൽ രജിസ്ട്രിക്ക് ബാദ് വ ജമീൻ അപ്നി കഹാ രഹ് ജായേഗി. അപ്പോൾ നാളെ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഭൂമി നമ്മുടേതല്ലാത്താവും. ഫിർ ദൂസറോं की ज़मीन में क्या जाना. പക്ഷേ മറ്റുള്ളവരുടെ ഭൂമിയിൽ പിന്നെ നമുക്കെന്ത് കാര്യം, അദ്ദേഹം പതിയെ പറഞ്ഞു. ഈ വാക്യം മുझे आहत कर गया. അപ്പോൾ ഈ വാചകം എന്നെ വളരെയധികം മുറിവേൽപ്പിച്ചു. उनकी पीड़ा में बहुत समझ रहा था. मुझे खुद वो बहुत अच्छा नहीं लग रहा था. खेतों में पहुंचकर वे सूर्यास्त तक उन खेतों में टहलते रहे जो बिकने वाले थे. അദ്ദേഹത്തിൻ്റെ വേദന എനിക്ക് മനസ്സിലായി, പക്ഷേ എനിക്ക് എന്തോ വല്ലായ്മയൊക്കെ തോന്നി തുടങ്ങിയത്. പാടത്തൊക്കെ പോയി സൂര്യാസ്തമയം വരെ വിൽക്കാൻ പോകുന്ന ഭൂമിയിൽ ചുറ്റിക്കറങ്ങി അച്ഛൻ അങ്ങനെ നിശബ്ദനായിട്ട് ഇരുന്നതാണ് അദ്ദേഹം കണ്ടത്. വേ ഖാമോഷ്, അതായത് അദ്ദേഹം സൈലൻ്റ് ആയിരുന്നു. കുച്ച് ഭോൾ നഹി രഹിത, ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മഗർ ഉൻകെ ഭീതർ കാ ഹാഹർ മേരി സമജ് മേ ആ രഹാത. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ കോലാഹലം എനിക്ക് മനസ്സിലായിരുന്നു. മേനെ ജുക്കർ മിട്ടിക്കോ ചുവ ചുപ്ചാ പിതാജിക്ക് ദേക്കെ ബഗർ. അപ്പം ഞാൻ കുനിഞ്ഞിട്ട് മണ്ണിൽ തൊട്ടു, നിശബ്ദനായി, അച്ഛൻ കാണാതെ. ക്യാ ജമീൻ एक स्लेट का नाम है जिस पर हमारे बचपन की कविता लिखी है. അപ്പം
നമ്മുടെ കുട്ടിക്കാലത്തെ കവിതകൾ എഴുതിയ സ്ലേറ്റിൻ്റെ പേരാണോ ഭൂമി, അതോ നമ്മുടെ രക്തത്തിൻ്റെ തിളക്കമുള്ള പൂവിൻ്റെ പേര്? അതാണ് ഇദ്ദേഹം ഓർത്തത്. ജിസ്കെ രംഗമേ ഹമാരെ രക്തക്ക് ചമക്ക്. അതാണ്, അതായത് കുഞ്ഞിലെ നമ്മൾ എഴുതിയ കവിതകൾ എഴുതിയ സ്റ്റേറ്റിൻ്റെ പേരാണോ ഭൂമി, അതോ നമ്മുടെ രക്തത്തിൻ്റെ തിളക്കമുള്ള പൂവിൻ്റെ പേരാണോ ഭൂമി എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നു. അഗലെ ദിൻ രജിസ്ട്രി തക് പിതാജി ഖാമോഷി രഹേ. അപ്പോൾ അടുത്ത ദിവസം രജിസ്ട്രേഷൻ വരെ പിതാവ് വളരെ നിശബ്ദനായിരുന്നു. വെറുതെ ആ എന്ന് പറഞ്ഞുകൊണ്ടൊന്നും തന്നെ പറഞ്ഞില്ല. കർത്തെ ഹുയി, അതായത് ഇദ്ദേഹത്തിന് ഭയങ്കര സങ്കടമായിരുന്നു ഈ ഭൂമി വിൽക്കണേനോർത്ത്. മെഹമാനോ കി സാമനെ ബി ഔപചാരികത നിഭാന കഠിൻ ഹോ ഗയാ ഥാ. അപ്പോൾ അതിഥികളുടെ മുമ്പിൽ ഔപചാരികത നിറവേറ്റാൻ കഷ്ടപ്പെടുകയായിരുന്നു. कैश गिनकर ले गया था। पिताजी ने रजिस्ट्री के कागजात पर हस्ताक्षर कर दिए. പിതാവ് രജിസ്ട്രേഷൻ്റെ കടലാസിൽ, അപ്പോൾ ഇങ്ങനെ പൈസയൊക്കെ എണ്ണി വാങ്ങിച്ചിട്ട് പിതാവ് രജിസ്ട്രേഷൻ്റെ കടലാസിൽ ഒപ്പുവെച്ചു. മേ ജമീൻ നഹി ബേച്ച്താ ഹും ഹൃദയ. അപ്പോൾ അങ്ങനെ പറയുന്നത്, ഞാൻ ഭൂമിയല്ല വിൽക്കുന്നത്, ഹൃദയമാണ്. अपनी छाती से काट कर जिस पर गिर कर छिले मेरे घुटने, അതായത് സ്വന്തം മാറിൽ നിന്നും മുറിച്ചുകൊണ്ട് എവിടെ വീണാണോ എൻ്റെ കാൽമുട്ടുകൾ തൊലി പൊളിഞ്ഞു പോയത്. ഉസ് ധൂൽ ഔർ ഇസ് രക്ത ക പ്യാർ മേ ബേച്ച്താ ഹൂം. ആ പൊടിയും രക്തത്തിൻ്റെ സ്നേഹവുമാണ് ഞാൻ വിൽക്കുന്നത്. बेचता हूँ पानी में डूबी धान की जड़ों की गीली സുഗന്ധ. അതായത് വെള്ളത്തിൽ നനഞ്ഞ ധാന്യത്തിൻ്റെ വേരുകളുടെ സുഗന്ധം ശ്വാസം നഷ്ടപ്പെട്ട് ഞാൻ മുറിഞ്ഞ മരം പോലെ വീഴുന്നു. അപ്പോൾ അദ്ദേഹം ഇത് സ്ഥലം വിറ്റതിന് ശേഷം അതിൻ്റെ മാനസികമായ സമ്മർദ്ദം മൂലം അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണിത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുനീര് വീണ, അതായത് രക്തം പൊടിഞ്ഞ സ്ഥലമാണ് മകളുടെ കല്യാണത്തിന് വേണ്ടി വിൽക്കുന്നത്. മേ പേട് കി തരഹ് കട്ട്കർ ഗിർത്താ ഹൂം. അതായത് ഞാൻ മുറിഞ്ഞ മരം പോലെയാണ് വീഴുന്നത്. ദുനിയാ കെ ഹാട്ട് മേ ബേമോൾ മേ കി തരഹ് ബർസ്കർ ഹോത്താ ഹൂം കാലി. ലോകമാകുന്ന ചന്തയിൽ വിലയില്ലാത്ത മേഘം പോലെ പെയ്തില്ലാതാവുന്നു. മേ ജമീൻ നഹി ബേച്ച്താ ഹൂം ആങ്കെ. ഞാൻ ഭൂമിയല്ല വിൽക്കുന്നത്, കണ്ണുകൾ. ജൽ ഔർ സ്വപ്ന സേ ഭരി ഹുയി അപ്പനി ദോ അദദ് ആങ്കെ. അതായത് ജലവും സ്വപ്നങ്ങളും നിറഞ്ഞ എൻ്റെ 2 കണ്ണുകൾ. ഇത് ഭയങ്കര വികാരാധീനനായിട്ട് ആ സ്ഥലം വിറ്റുപോയതിനെ സുഹൃത്ത് അദ്ദേഹം മാനസികമായിട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതാണ്. ബേട്ടിക്ക് വിദ ഹോനേമേ അഭി 2-4 ദിൻ വക്ത് താ. അപ്പം എന്താണ്, കല്യാണം കഴിഞ്ഞ് മകളെ യാത്രയാക്കി 2, 3, 4 ദിവസം കൂടി ഉണ്ട്. മഗർ ജമീൻ കി പിതായ് ആജ് ഹി ഹോ രഹി തി. പക്ഷേ ഭൂമി വിട്ടുപിരിയൽ ഇന്നാണ്. मगर ज़मीन की पिदाई आज ही हो रही थी. पिताजी के सूखे ആസുओं को कौन देख सकता था. പക്ഷേ പിതാവിൻ്റെ ഉണങ്ങിയ കണ്ണുകളെ ആർക്ക് നോക്കാൻ സാധിക്കും? കോൺ സുൻ സക്താ താ ഉൻകെ നിശബ്ദ വിലാപ് കോ. ആര് കേൾക്കും അദ്ദേഹത്തിൻ്റെ നിശബ്ദമായ വിലാപം. അപ്പം ഇതാണ് അദ്ദേഹത്തിൻ്റെ കണ്ണുനീരിൽ കുതിർന്ന അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗമായ വയലും ഇതെല്ലാം ഈ പെൺകുട്ടിക്ക് വേണ്ടി അതായത് വിൽക്കുകയാണ്. വിറ്റ് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ വികാരാധീനമായ ഡിപ്രഷൻ, അതായത് വിലാപമാണ് അദ്ദേഹത്തിൻ്റെ കവിത പോലെ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് ശ്രീ ഏകാത് ശ്രീവാസ്തവാണ്.